Dear students, welcome back. Today, I am going to deal with a new topic which is connected with our previous topic, that is cooperative societies. The topic is types of cooperative societies. There are 6 types of cooperative societies. You know the meaning of cooperative societies and their aim and their slogan. Okay, cooperative society is an voluntary association of person. It's a voluntary association of person in order to give service or to protect economic interest or to give welfare of its members. Okay, and their aim is mutual help. Mutual help ആണ് അവരുടെ aim, and their slogan is each for all and all for each. And it is formed on the basis of 1912 Cooperative Societies Act. It is compulsory registration ആണത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചതാണ്, മെറിറ്റ്സ് പഠിച്ചതാണ്, ഡിമെറിറ്റ്സ് പഠിച്ചതാണ്. Okay, today I am going through types of cooperative society. The first one is that consumer cooperative societies. പേര് പോലെ തന്നെ ഉപഭോക്തൃ സഹകരണ സംഘങ്ങൾ, consumer cooperative societies. Okay, so what is consumer cooperative society, or what is the meaning of consumer cooperative society? Consumer cooperative society means is an organization, such an organization to eliminate middleman and to establish a direct relations with manufacturers or wholesalers are known as consumer cooperative societies. അപ്പോൾ പേര് പോലെ തന്നെ നമുക്ക് മനസ്സിലായി, ഉപഭോക്താക്കൾക്ക് വേണ്ടിയാണ് അല്ലേ. അതായത് പ്രൊഡ്യൂസറുടെയും ഉൽപാദകന്റെയും മാനുഫാക്ചറുടെയും ഉപഭോക്താവിൻ്റെയും ഇടയിലുള്ള മിഡിൽമാനെ, ഓക്കെ, മധ്യവർത്തിയെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് സാധനങ്ങൾ, വസ്തുക്കൾ ഉപഭോക്താക്കൾക്ക് നേരിട്ട് കൊടുക്കുന്ന, ന്യായമായ വിലയ്ക്ക് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന ഒരു സൊസൈറ്റിയെയാണ് നമ്മൾ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. സോ അവരുടെ എയിം എന്ന് പറഞ്ഞാൽ ടു എലിമിനേറ്റ് ദ മിഡിൽമാൻ, അതായത് പ്രൊഡ്യൂസർ, കൺസ്യൂമർ, അപ്പോൾ ഇവരുടെ ഇടയിൽ ഒരു മിഡിൽമാൻ വരും അല്ലേ. ആ മിഡിൽമാനെ ഒഴിവാക്കിക്കൊണ്ട് മധ്യവർത്തി, മേ ബി ഇൻ ദ ഫോം ഓഫ് ഹോൾസെയിലർ ഓർ മേ ബി ഇൻ ദ ഫോം ഓഫ് റീറ്റെയിലർ, അപ്പോൾ അവരെല്ലാം ഒഴിവാക്കി ഡയറക്റ്റ് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് അത് കൺസ്യൂമർക്ക് എത്തിച്ചു കൊടുക്കുന്ന, അതിനുവേണ്ടി സഹായിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നമ്മൾ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവരുടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ എയിം എന്ന് പറഞ്ഞാൽ ടു ഗീവ് ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ റേറ്റ്. ഓക്കെ, വളരെ ന്യായമായ വിലയ്ക്ക് സാധനങ്ങൾ ആർക്ക്, ക്വാളിറ്റിയുള്ള, ഗുണമേന്മയുള്ള വസ്തുക്കൾ അവരിലെ മെമ്പേഴ്സിന് അല്ലെങ്കിൽ ആൾക്കാർക്ക് വിറ്റഴിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട എയിം. ഇതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ലാഭം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് സർപ്ലസ് കിട്ടുകയാണെങ്കിൽ അത് അവരെന്ത് ചെയ്യുന്നു, അതിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ചെടുക്കുകയും ചെയ്യുന്നു. സോ ദിസ് ഇസ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇസ് എൻ ഓർഗനൈസേഷൻ ടു എലിമിനേറ്റ് മിഡിൽമാൻ ആൻഡ് ടു എസ്റ്റാബ്ലിഷ് എ ഡയറക്റ്റ് റിലേഷൻ വിത്ത് മാനുഫാക്ചേഴ്സ് ഓർ ഹോൾസെയിലേഴ്സ് ആർ നോൺ ആസ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ഹോൾസെയിലറും കംപ്ലീറ്റ് ആയിട്ട് ഹോൾസെയിലർ ഒഴിവാക്കുകയാണോ ഉള്ളത്. ചിലപ്പോൾ ഇവർക്ക് ആരുമായിട്ടായിരിക്കാം ധാരണ, പ്രൊഡ്യൂസറുമാരായിരിക്കാം അല്ലെങ്കിൽ ഹോൾസെയിലറുമായിട്ടായിരിക്കാം. ഒന്നുകിൽ ഇവർ സാധനങ്ങൾ മേടിക്കുന്നത് നേരിട്ട് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്നായിരിക്കാം, ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് നേരെ വാങ്ങിക്കൊണ്ട് ഇവർക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആര് വരുന്നില്ല, റീറ്റെയിലേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ള സെല്ലേഴ്സോ അതിനകത്ത് വരുന്നില്ല. ഓക്കെ, സോ ദേ കീപ്പ് എ ഗുഡ് റിലേഷൻ ഓർ ദേ കീപ്പ് എ ഡയറക്റ്റ് റിലേഷൻ വിത്ത് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. സോ ദിസ് ഈസ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. രണ്ടാമത്തത് പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ്? ഇസ് എ പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ് സൊസൈറ്റി സെറ്റ് അപ്പ് ബൈ small producers
Okay, to fight against by capitalists and to procure inputs for production of goods or services are known as producer cooperative societies. ഓക്കെ, അതായത് സ്മോൾ പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരിൽ നിന്ന് ഫൈറ്റ് അല്ലെങ്കിൽ ആരിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൻകിട ബിഗ് ആയിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് മുതലാളിമാരെല്ലാവരും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ സ്മോൾ പ്രൊഡ്യൂസേഴ്സിനെ വൻകിട പ്രൊഡ്യൂസേഴ്സിൻ്റെ അല്ലെങ്കിൽ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടിയും അവർക്ക് ന്യായമായ രീതിയിൽ ഇൻപുട്സുകൾ, അസംസ്കൃത വസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അസംസ്കൃത വസ്തുക്കളും അതുപോലെ തന്നെ അവർക്ക് എക്യുപ്മെൻസും അല്ലേ, ഇതെല്ലാം അവർക്ക് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി സഹായിക്കുന്ന സൊസൈറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ മെയിനായിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സപ്ലൈ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാം അല്ലേ, കുറഞ്ഞ ചിലവിൽ ഈ സ്മോൾ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയുള്ള അസംസ്കൃത വസ്തുക്കൾ കൊണ്ടെത്തിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ് ഇവർക്ക് വേണ്ടി ഒരു ഫാക്ടറിയിലോട്ട് വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സ്, ഉപകരണങ്ങൾ, യന്ത്രങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുക. ആൻഡ് ആൾസോ അവർ ചെയ്യുന്ന മറ്റൊരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ദേ ബൈ ദെയർ ഔട്ട്പുട്ട് ഫോർ സെയിൽ. ഓക്കെ, ഈ പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്യും? ഈ സ്മോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർ പ്രൊഡ്യൂസ് ചെയ്ത വസ്തുക്കളുണ്ടല്ലോ അത് വാങ്ങിയിട്ട് വിൽക്കുവാനും സഹായിക്കുകയും ചെയ്യും. അപ്പോൾ മെയിനായിട്ടുള്ള ഇത്രയും 3 റോളുകളാണ് അവർക്ക് വരുന്നത്: സപ്ലൈ റോ മെറ്റീരിയൽസ്, ഓക്കെ, സപ്ലൈ എക്യുപ്മെൻറ്റ്സ് ആൻഡ് ആൾസോ ബൈ ദെയർ ഔട്ട്പുട്ട് ഫോർ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഔട്ട്പുട്ട് വാങ്ങുകയും ചെയ്യും. സോ ദിസ് ഈസ് പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സ്മോൾ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊട്ടക്ട് ഫൈറ്റ് എഗെയിൻസ്റ്റ് ബിഗ് ക്യാപിറ്റലിസ്റ്റുകളുടെ ഒരു ചൂഷണാത്മകമായ അല്ലെങ്കിൽ അവരുടെ ഒരു മേധാവിത്വം ഉണ്ടായിരിക്കും മാർക്കറ്റിൽ അല്ലേ, എത്രയായാലും. അപ്പോൾ അവരിൽ നിന്ന് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടും ഇവർക്ക് ഇൻപുട്സുകളും അസംസ്കൃത വസ്തുക്കളും മെഷീൻസ് എല്ലാം വാങ്ങിക്കൊടുക്കുവാനും അതുപോലെ തന്നെ അവർക്ക് അവർ പ്രൊഡ്യൂസ് ചെയ്ത വസ്തുക്കൾ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സൊസൈറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് തേർഡ് വൺ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ് ഈ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ടു എസ്റ്റാബ്ലിഷ്ഡ് ബൈ സ്മോൾ പ്രൊഡ്യൂസേഴ്സ് ടു എലിമിനേറ്റ് മിഡിൽ മാൻ. ഓക്കെ, ആൻഡ് ടു ആരെയും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മിഡിൽ മാനെ. ഓക്കെ, ആൻഡ് ടു സെൽ ദെയർ പ്രോഡക്ട്സ് അറ്റ് പ്രോഫിറ്റ്സ് ആർ നോൺ ആസ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് സ്മോൾ പ്രൊഡ്യൂസേഴ്സ് അവർ വസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലേ, അവരുടെ ഇടയിൽ ആര് വരും? മിഡിൽ മാൻ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മിഡിൽ മാനെ, മധ്യവർത്തികളെ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ പ്രോഡക്റ്റ് അവർക്ക് ഡയറക്റ്റായിട്ട് സെല്ല് ചെയ്യാനും അതുവഴി പ്രോഫിറ്റ് അല്ലേ. ഇപ്പോൾ ഒരു സ്മോൾ പ്രൊഡ്യൂസിങ് കമ്പനിയാണ്. അപ്പോൾ ഇവർ മാർക്കറ്റിലേക്ക് മാർക്കറ്റിൽ എത്തുന്നതിന് മുന്നേ ഇവരുടെ മുന്നിൽ ഒരു മിഡിൽ മാൻ ഉണ്ടെങ്കിൽ ഇവർ ഈ മിഡിൽ മാൻ കൊടുക്കുന്ന ആ മിഡിൽ മാൻ അയാൾക്കും കൂടി ഉള്ളൊരു ലാഭം ഇതൊന്നും എടുത്തോട്ടേ ആർക്ക് കൊടുക്കുള്ളൂ? കൺസ്യൂമേഴ്സിന് കൊടുക്കുള്ളൂ അല്ലേ. അപ്പോൾ ഈ മിഡിൽ മാനെ മാറ്റി നിർത്തിക്കൊണ്ട് വിപണിയിൽ വന്ന സാധനങ്ങൾ ഇവർക്ക് നേരിട്ട് വിറ്റഴിക്കാനും അതുവഴി പ്രോഫിറ്റ് ഇവർക്ക് അല്ലെങ്കിൽ സർപ്ലസ് നേടിയെടുക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റിങ്ങിന് വേണ്ടി സഹായിക്കും. നമുക്ക് ഇപ്പോൾ ഓരോന്നിനും ഫസ്റ്റത്തെ നമ്മൾ പറയുന്നത് കൺസ്യൂമേഴ്സിനെ സഹായിക്കുന്നതാണ്, രണ്ടാമത്തെ പ്രൊഡ്യൂസേഴ്സിനെ സഹായിക്കുന്നതാണ്, സ്മോൾ പ്രൊഡ്യൂസേഴ്സിനെ സഹായിക്കുന്നത്, മൂന്നാമത്തത് സ്മോൾ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത വസ്തുക്കൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഫാമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഓക്കെ, നാലാമത്തത് ഏതാണ്? ഫാമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. പേര് പോലെ തന്നെ ഫാമേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയുള്ളതായിരിക്കാം. Okay, so farmers cooperative societies established by small farmers to protect their interest by providing better inputs at reasonable cost are known as farmers cooperative societies. ഓക്കെ, സാധാരണ രീതിയിൽ ഇത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് സ്മോൾ ഫാർമേഴ്സാണ്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടും ഓക്കെ, ന്യായമായ വിലയ്ക്ക് ഇൻപുട്ടുകൾ എന്ന് പറഞ്ഞാൽ സീഡ്സ് ആവായിരിക്കാം, ക്വാളിറ്റിയുള്ള സീഡ്സ് ആയിരിക്കാം, വിത്തുകളായിരിക്കാം, ഫെർട്ടിലൈസേഴ്സ് ആയിരിക്കാം, മെഷീനറി ആയിരിക്കാം, മോഡേൺ ആയിട്ടുള്ള ടെക്നിക്സ് ആയിരിക്കാം. ഇതെല്ലാം ഫാമേഴ്സിന് വളരെ ന്യായമായ വിലയ്ക്ക് എത്തിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കുന്ന സൊസൈറ്റീസിനെയാണ് നമ്മൾ ഫാമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സോ ദ മെയിൻ എയിം ഓഫ് ഫാമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടു പ്രൊട്ടക്ട് ദ ഫാമേഴ്സ് ഫ്രം ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി മിഡിൽ മാൻ ഓർ ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ബിഗ് ഫാമേഴ്സ്.
ഓക്കെ. അപ്പോൾ സ്മോൾ ഫാമേഴ്സിന് അവർക്ക് ന്യായമായ രീതിയിൽ ഇൻപുട്ടുകളും ക്വാളിറ്റിയുള്ള സീഡ്സുകളും വിത്തുകളും വളങ്ങളും മെഷീനറിയും മോഡേൺ ടെക്നിക്സുകളൊക്കെ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീനെ പറയുന്ന പേരാണ് എന്ത്? ഫാമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ. അടുത്തത് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പോൾ അതിൽ പേര് പോലെ തന്നെ ക്രെഡിറ്റ് കൊടുക്കുന്ന, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അതായത് എന്തിനു വേണ്ടി? ടു പ്രൊട്ടക്ട് ഇറ്റ്സ് മെമ്പേഴ്സ് ഫ്രം ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മണി ലെൻഡേഴ്സ് ബൈ പ്രൊവൈഡിങ് ഈസി ക്രെഡിറ്റ് ഓൺ റീസണബിൾ ടേംസ് ആർ നോൺ ആസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ഈ മെമ്പേഴ്സിന്, അംഗങ്ങളുടെ ആരിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻട്രസ്റ്റ് വാങ്ങിക്കൊണ്ട്, പലിശ വാങ്ങിക്കൊണ്ട് പണം കൊടുക്കുന്ന മണി ലെൻഡേഴ്സ്, അല്ലേ? മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ പണമിടപാട് നടത്തുന്നവരിൽ നിന്ന് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ പണം ഇടപാട് നടത്തുന്ന മണി ലെൻഡേഴ്സിൽ നിന്ന് അവരുടെ അംഗങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ തന്നെ ഫോം ചെയ്ത ഒരു സൊസൈറ്റിയാണ് ഫാമേഴ്സ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ അതിൽ ആ പേര് തന്നെയുണ്ട്. അപ്പോൾ അവർ ഈ ഫാമേഴ്സ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് എന്ത് ചെയ്യും? ബാങ്കുകളെ പോലെ തന്നെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നു. ഓക്കെ. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ന്യായമായ പലിശ നിരക്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ അവർക്ക് മെമ്പേഴ്സിന് എന്ത് കൊടുക്കുന്നു? പണം കടം കൊടുക്കുകയും ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഈ മെമ്പേഴ്സിന് മണി ലെൻഡേഴ്സിൻ്റെ ഇടയിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പണമിടപാട് നടത്തുന്ന, ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ പണമിടപാട് നടത്തുന്ന അവരിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീനെയാണ് നമ്മൾ ഇത് പറയുന്നത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ, സിക്സ്ത് വൺ, കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി. ഹൗസിങ്ങിന് വേണ്ടി സഹായിക്കുന്ന their main aim എന്ന് പറഞ്ഞാൽ ദീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെറ്റപ്പ് ടു ബിൽഡ് പീപ്പിൾ വിത്ത് ലിമിറ്റഡ് ഇൻകം ടു കൺസ്ട്രക്ട് ഹൗസസ് അറ്റ് റീസണബിൾ കോസ്റ്റ്. ചെലവ് ചുരുക്കിക്കൊണ്ട് മെമ്പേഴ്സിൻ്റെ ഇടയിൽ, അല്ലേ, അവരുടെ നിശ്ചിത വരുമാനം വെച്ചുകൊണ്ട് വീട് നിർമ്മിക്കുവാൻ വേണ്ടി സഹായിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഇടയിൽ മെമ്പേഴ്സിന് എന്തുണ്ടായിരിക്കില്ല? വീടുണ്ടായിരിക്കില്ല, അല്ലേ? അപ്പോൾ അവരുടെ ഇൻകം വെച്ചിട്ട് നമ്മൾ വീടൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന നമ്മുടെ വരുമാനം, അല്ലേ? അപ്പോൾ വരുമാനം വെച്ചുകൊണ്ട് നിർമ്മിക്കാൻ പറ്റുന്ന വീടുകൾ എങ്ങനെ നിർമ്മിക്കാം, അതിനെങ്ങനെ സഹായിക്കാം, അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നമ്മൾ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി. ഇവർ ഫ്ലാറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ വീട് വയ്ക്കുവാൻ വേണ്ടിയിട്ട് പ്ലോട്ടുകൾ വാങ്ങാൻ സഹായിക്കുന്നു ചുരുങ്ങിയ വിലയ്ക്ക്. ഓക്കെ. അപ്പോൾ വീട് വയ്ക്കുവാൻ വേണ്ടിയിട്ട്, വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ദീസ് ആർ ദ മെയിൻ 6 കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നന്നായിട്ട് ഓക്കെ. ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പേര് പോലെ തന്നെ ഇപ്പോൾ ഫാമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒന്നാമത് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി കൺസ്യൂമേഴ്സിന് വേണ്ടിയുള്ളതാണ്. പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയുള്ളതാണ്, അല്ലേ? അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇവർ പ്രൊഡ്യൂസ് ചെയ്ത വസ്തുക്കൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് ചെയ്യപ്പെടുകയാണ് മാർക്കറ്റിംഗ്. ദെൻ ഫാമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഹൗസിംഗ് കോപ്പറേറ്റീവ്. അപ്പോൾ പേരിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കോട് കൂടിയിട്ട് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള ഭാഗം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ ഭാഗത്തിനകത്ത് നമ്മൾ പഠിച്ചത് കോപ്പറേറ്റീവ് സൊസൈറ്റി, അവരുടെ പർപ്പസ് എന്താ, അവരുടെ മെയിൻ എയിം എന്താണ്, അവരുടെ ഫീച്ചേഴ്സ് എന്താണ്, അതുപോലെ അവരുടെ ലിമിറ്റേഷൻ എന്താണ്, അവരുടെ മെറിറ്റ് എന്താണ്, ആൻഡ് വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യുക. താങ്ക് യു സോ മച്ച്.